ജി ടി എഡ്യൂക്കേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നാളെ നടക്കാൻ പോകുന്ന CBSE സയൻസ് എക്സാമിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളിൽ കുറച്ച് ചോദ്യങ്ങളെ കുറിച്ച് പറയുന്ന ഒരു ഷോർട്ട് വീഡിയോ ആണിത്. അപ്പോൾ ഇത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നാളത്തെ CBSE 10th സയൻസ് എക്സാമിനേഷൻ ഫിസിക്സിൽ നിന്ന് കഴിഞ്ഞ 10 വർഷമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഭാഗമാണിത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഡിഫക്ട്സ് ഓഫ് ഐയുടെ ഡിഫക്ട്സിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അതുപോലെ ഐയുടെ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. അതിന് ഓരോ ഡിഫക്റ്റിനും എങ്ങനെയാണ്, ഏത് ലെൻസ് ഉപയോഗിച്ചിട്ടാണ് നമുക്കത് റെക്ടിഫൈ ചെയ്യാൻ സാധിക്കുക, ആ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. അടുത്ത ഭാഗം സോളിനോയിഡ് ആൻഡ് ബാർ മാഗ്നറ്റ്. സോളിനോയിഡ് എന്താണ്, ബാർ മാഗ്നറ്റ് എന്താണ്, മൈക്കിൾ ഫാരഡേയുടെ ഫാരഡേസ് ലോസ് എന്താണ്, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, അത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കണം. ആപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, മൂന്നാമത്തെ ഭാഗം ഓംസ് ലോ, ജൂൾസ് ലോ. ഓംസ് ലോ നമുക്കറിയാം V/I ആണ്. Ohm's law states that the potential difference between 2 points of a conductor is directly proportional to the current flowing through it provided with constant temperature and pressure. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻ ആണ്. അതെന്തായാലും നമ്മൾ എക്സാം എഴുതുന്ന ഡെഫിനിഷൻ എഴുതണം, അല്ലെങ്കിൽ മാർക്ക് കുറയ്ക്കാം. അപ്പോൾ റെസിസ്റ്റൻസ് R/V/I, റെസിസ്റ്റൻസിന് യൂണിറ്റ് ഓം ആണ്. ഓക്കെ, റെസിസ്റ്റിവിറ്റി എവിടെ വരുന്നുണ്ട് അത് പഠിക്കണം. അതുപോലെ തന്നെ കണ്ടക്ടിവിറ്റി പഠിക്കണം. പിന്നെ നമുക്ക് പ്രോബ്ലംസ് ചോദിക്കാവുന്ന ഏരിയയാണ് പവറിന്റെ 3 ഇക്വേഷൻസ് ആണ് ഇവിടെ വരുന്നത്. P=V²/R, അതുപോലെ P=VI, P=I²R. ഓക്കെ, ഇപ്പോൾ ചില കണ്ടീഷനിൽ പവറും റെസിസ്റ്റൻസും തരും, വോൾട്ടേജ് കണ്ടുപിടിക്കാൻ പറയും. V²=PR വരും, V എന്ന് പറയുന്നത് √PR, അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ കറണ്ട്, ഈ 3 ഇക്വേഷൻ നന്നായിട്ട് ഉപയോഗിച്ച് പ്രോബ്ലംസ് ചെയ്ത് പഠിക്കണം. അടുത്താണ് ജൂൾസ് ലോ, വെരി ഇമ്പോർട്ടൻറ്റ്. H=I²RT. The heat developed in a conductor is directly proportional to the square of the current flowing through it and the resistance and the time. ഓക്കെ, അപ്പോൾ അത് വെച്ചുള്ള പ്രോബ്ലംസ് നന്നായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്. വാട്ട് ഈസ് ദ പവർ ഓഫ് യൂണിറ്റ്? വാട്ട് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ വാട്ട് അവർ മീറ്റർ, നമ്മൾ ഇലക്ട്രിസിറ്റി വരുമ്പോൾ 1 യൂണിറ്റ് എന്താണെന്നുള്ള കാര്യങ്ങൾ പഠിക്കണം. പിന്നെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, മാക്സ്വെൽ റൈറ്റ് ഹാൻഡ് റൂൾ, ഇതൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ചെറിയ പ്രോബ്ലംസ് ഉണ്ടാവാം. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ നമ്മൾ പഠിക്കണം. ഓക്കെ, മാക്സ്വെൽ റൈറ്റ് ഹാൻഡ് റൂൾ ഇപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. നമുക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിലിട്ടാൽ നമ്മൾ പെട്ടെന്ന് വീഡിയോ ചെയ്തിരുന്നതായിരിക്കും. ഇനി കെമിസ്ട്രി CBSE 10th വരുന്ന ഇമ്പോർട്ടൻ്റ് ഭാഗമാണ് റിഡോക്സ് റിയാക്ഷൻ, ഓക്സിഡേഷൻ, റിഡക്ഷൻ കൂടി ചേർന്ന റിഡോക്സ് റിയാക്ഷൻ, അല്ലെങ്കിൽ കെമിക്കൽ ഫോർമുലാസ്, കെമിക്കൽ ഇക്വേഷൻസ് ഒക്കെ എഴുതാനായിട്ട് നമുക്കറിയണം. അതുപോലെ തന്നെ അടുത്ത ഭാഗമാണ് ഓർഗാനിക് കെമിസ്ട്രി. റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻസ് കൂടെ വരാറുണ്ട്. കഴിഞ്ഞ 10 വർഷത്തെ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ ഗ്രൂപ്പ്സ്, ഓർഗാനിക് കെമിസ്ട്രി ഹോമോലോഗസ് ചെയ്ത് ഫംഗ്ഷൻ ഗ്രൂപ്പ്സ് നമുക്കറിയാം. OH ആൽക്കഹോളിക് ഗ്രൂപ്പ്, COH അസിഡിക് ഗ്രൂപ്പ്, ആൽഡിഹൈഡ് CHO. അപ്പോൾ അങ്ങനെയുള്ള ഗ്രൂപ്പ്സ് ഒക്കെ നിങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ നെയിമിങ് പഠിക്കണം. അതുപോലെ ഹോമോലോഗസ് സീരീസിലെ ആൽക്കീൻ, ആൽക്കീൻ, ആൽക്കൈൻ. അപ്പോൾ ആൽക്കൈൻ CnH2n+2 ആണ്. ആൽക്കീൻ CnH2n ആണ്, ഡബിൾ ബോണ്ടാണ്. ആൽക്കൈൻ CnH2n-2, ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ട്സ് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ആണ്. ഓക്കെ, മറ്റേത് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആണ്. അപ്പോൾ അവിടെയുള്ള ഭാഗങ്ങളിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ വൃത്തിയായിട്ട് പഠിക്കണം, മനസ്സിലാക്കി തന്നെ പഠിക്കണം. കാറ്റിനേഷൻ കാർബണിൻ്റെ ഒരു സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടിയാണ് ഓർഗാനിക് കെമിസ്ട്രിയുടെ ബേസ് വന്നത്. ഓക്കെ, അടുത്തത് മിസൽ ഫോർമേഷൻ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഹൗ മിസൽസ് ആർ ഫോംഡ് എന്നുള്ളത് പഠിക്കണം. അവിടെ നിന്ന് ചോദിക്കണം, സാധാരണ ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ബയോളജിയിലേക്ക് വരുന്നത് നമുക്കവിടെ റിഫ്ലക്സ് ആർക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് പഠിക്കണം. അതുപോലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഒക്കെ അവിടെ വരുന്നുണ്ട്. അസറ്റൈൽ കോളിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത ഭാഗമാണ് ഡബിൾ സർക്കുലേഷൻ, ഹാർട്ടിൻ്റെ ഇതിൽ വരുന്ന ആ ഭാഗങ്ങൾ പഠിക്കണം. പിന്നെ പ്ലാന്റ് ഹോർമോൺസ്. അപ്പോൾ നമുക്ക് ഇത്രയും 10 ക്വസ്റ്റ്യൻസ്, ഇത്രയും ഭാഗത്ത് നമ്മൾ 10 ക്വസ്റ്റ്യൻസ് റെഗുലറായിട്ട് റിപ്പീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് എക്സാം എഴുതാനും നല്ല മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കട്ടെ. ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്ക് അയക്കുക. ഈ ഭാഗങ്ങളിലെ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ പഠിക്കുക. നാളെ എക്സാം ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇന്ത്യയിൽ, ഓൾ ഓവർ ഇന്ത്യ, അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തും CBSE എക്സാമിനേഷൻ്റെ ഒരേ സിലബസ് തന്നെയാണ്. അത് മറ്റുള്ളവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. എന്തായാലും 10 ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തുനിന്ന് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുക. ദിസ് ഇസ് റൺസോം സൈനിങ് ഓഫ്.